എപ്പിസോഡിന് തുടക്കത്തിലാവട്ടെ നമ്മുടെ നറൂട്ടോ കുട്ടപ്പന്റെ വീടാണ് കാണിക്കുക. നല്ല ഉറക്കത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോ വീടൊക്കെ ഇപ്പോ ആകെ അലങ്കോലായിട്ട് കാണും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ആള് പല്ല് പോലും തേക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തട്ടിയിട്ട് ഇപ്പൊ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് തയ്യാറാവും. ഇതാ ഞാൻ എത്തിപ്പോയെന്ന് പറഞ്ഞ് നറൂട്ടോ ഇവിടെ ഓടുമ്പോ അവനെ കാത്ത് സാക്കുറയും സാസുകയും പോസ്റ്റ് അടിച്ച് ഒരു പാലത്തിൽ നിപ്പാണ്. സാസുകയെ കണ്ട നറൂട്ടോ അവന്റെ മുഖം കറുപ്പിക്കുമ്പോ സാസുക ആവട്ടെ അതിന്റെ ഇരട്ടി കലിപ്പ് അവന്റെ നേർക്കിടും. ലാൻഡ് ഓഫ് ദ്വീപില് പരസ്പരം കെട്ടിപ്പിടിച്ചെന്ന ചെക്കന്മാരാണ് ഇത്തരത്തില് കലിപ്പടിച്ച് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ പെങ്കൊച്ചാവട്ടെ തലയ്ക്ക് കൈവെക്കാണ്. കാക്കാശി അയാൾ ഇത് എവിടെ പോയി കിടക്കുന്നു അറിയാതെ ദേഷ്യം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നോക്കി നിൽക്കാണ് സാക്കുറയും സാസുകയും. ഐ എം സോറി, കുറച്ച് ലേറ്റ് ആയി പോയെന്ന് പറഞ്ഞ് കാക്കാശി അവിടേക്ക് വരുമ്പോ നമ്മുടെ സാക്കുറയ്ക്കും സാസുകയ്ക്കും തീരെ പിടിക്കില്ല. നറൂട്ടോ ആവട്ടെ ആവേശത്തില് ലാൻഡ് ഓഫ് ഫ്യൂസ് കഴിഞ്ഞിട്ട് അവർ ചെറിയ ചില മിഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനത്തെ ലോക്കൽ മിഷൻ ഒന്നും വേണ്ട, എനിക്ക് കുറച്ച് അഡാറ്, എനിക്ക് കുറച്ച് മരണമാസ മിഷൻ വേണമെന്ന് ആളുടെ അടുത്ത് ആവശ്യപ്പെടും. കമോൺ കമോൺ, എനിക്ക് ഫയർ കത്തി ഏരിയാണെന്ന് പറയുമ്പോ നമ്മുടെ നറൂട്ടോയുടെ ബാക്കിലും കണ്ണിലും ഇപ്പോ തീ കത്തുന്ന കണ്ട് കാക്കാശി ആവട്ടെ ഒരു തവണ നീ ഇങ്ങനെ തീ കത്തിച്ചിട്ട് ലാസ്റ്റ് എന്താ ഉണ്ടായതെന്നും ആരാ നിന്നെ രക്ഷിച്ചതെന്നും നീ മറന്നിട്ടില്ലല്ലോ എന്ന് അവന്റെ അടുത്ത് ചോദിക്കും. നാണം കെട്ട് ദേഷ്യം പിടിച്ച് നമ്മുടെ സാസുകയെ നോക്കുന്ന നറൂട്ടോ ആവട്ടെ അടുത്ത മിഷനിൽ തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരാം. സാസുകയെ ആരെങ്കിലും ഇടിച്ച് പഞ്ചറാക്കുമ്പോ ഒരു ഹീറോയെ പോലെ ചാടി വീണ് ഞാൻ അവനെ രക്ഷിക്കുമെന്ന് നറൂട്ടോ ഇപ്പോ മനസ്സിൽ ഭീകരമായിട്ട് കണക്ക് കൂട്ടും. നിന്റെ ഫീലിങ്സ് അതെനിക്ക് പിടികിട്ടി. നിനക്ക് പറ്റിയൊരു മിഷൻ ഞാൻ തന്നെ തരാന്ന് പറഞ്ഞിട്ട് അവരെ 3 പേരെയും കൂടെ ഇപ്പൊ അടുത്തൊരു മിഷന് വേണ്ടിയിട്ട് വേറൊരു വീട്ടിൽ കൊണ്ടുപോകും. അവിടെ ഒരു പാവൻ അപ്പൂപ്പന്റെ വീട്ടിലുള്ള പുല്ല് പറിക്കാനാണ് നമ്മുടെ ആൾക്ക് കിട്ടിയ പുതിയ മിഷൻ. പാവൻ നറൂട്ടോ ആവട്ടെ വിഷമത്തോടു കൂടെ സാസുകയെ നോക്കുമ്പോ റിലാക്സ് ചെയ്ത് പുല്ല് പറിക്കുന്നതാണ് കാണാൻ സാധിക്കുക. പുല്ലെങ്കി പുല്ല്, ഇത്തവണെങ്കിലും ഞാൻ അവനെ തോപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് നറൂട്ടോ ആവട്ടെ അവിടെ കണ്ടതും കേട്ടതുമായ എല്ലാ പുല്ലും വലിച്ചെറിഞ്ഞ് സ്ഥലം തന്നെ ക്ലീൻ ആക്കും. അവിടുത്തെ അപ്പാപ്പൻ മെല്ലെ പുറത്തു വന്ന് നറൂട്ടോട് അടുത്ത് നിന്നിട്ട് എന്റെ പൊന്നെ നീ ഇതെന്താണ് കാണിച്ചു വെച്ചേക്കുന്നതെന്ന് അവന്റെ അടുത്ത് ചോദിക്കും. നീ എന്റെ ഔഷധ ചെടികൾ മുഴുവൻ തന്നെ വലിച്ചു പറിച്ചു കളഞ്ഞു. നിന്നോട് പുല്ല് മാത്രം പറിക്കാനല്ലേ ഞാൻ പറഞ്ഞത്, ഈ പണി എടുക്കാൻ നിന്നോട് ആര് പറഞ്ഞു ചോദിക്കുമ്പോ പാവം നമ്മുടെ നറൂട്ടോ ആവട്ടെ പേടിച്ച് ഇനിയിപ്പൊ എന്താ ചെയ്യാന്നറിയാതെ കണ്ണു മിഴിച്ചു നിൽക്കും. ഞാൻ ആദ്യം അവിടുന്ന് വന്നു, ഇത് പോച്ചയാണെന്ന് കരുതി കുറച്ച് പറിച്ചു, പിന്നെ മുഴുവൻ പറിച്ചു എന്നൊക്കെ നറൂട്ടോ പറയുമ്പോ അപ്പാപ്പൻ അവന്റെ തലക്കിട്ട് ഒരു കിണ്ണ് വെച്ചു കൊടുക്കും. ഫസ്റ്റ് അറ്റംപ്റ്റ് പാളി നാണം കെട്ട് നാശമായിട്ടിരിക്കുന്ന നമ്മുടെ നറൂട്ടോയോട് കൂട്ടരോടും ഇപ്പൊ അടുത്ത പണി നമ്മുടെ കാക്കാശി കൊടുക്കും. അത് മറ്റൊന്നുമല്ല, അവിടെയുള്ള പുഴയിലെ പാട്ടയും പ്ലാസ്റ്റിക്കും പെറുക്കുക. ഇത്തവണ ആക്രി പെറുക്കി ഏറ്റവും വലിയ പെറുക്കി ഞാനായി തീരുമെന്ന് പറഞ്ഞ് നറൂട്ടോ ആഞ്ഞു പെറുക്കി പെറുക്കി കാല് വഴുതി ആ ഒരു ഒഴുക്കില് ഒഴുകി അങ്ങ് പോവും. ഒഴുകി ഒഴുകി വലിയൊരു വെള്ളച്ചാട്ടത്തിന്റെ വായിലെത്തി ദാ പിടിച്ചോന്ന് പറഞ്ഞ് പോവാൻ നോക്കുമ്പോ കറക്റ്റായിട്ട് ആരോ അവന്റെ കാലെ പിടിച്ച് തൂക്കി അങ്ങോട്ട് എടുക്കും. ധാരാണെന്ന് കരുതി നോക്കുമ്പോ അത് മറ്റാരുമല്ല, സാക്ഷാൽ എപ്പോഴത്തേതും പോലെ നമ്മുടെ സാസുക. യു അഗൈൻ എന്ന് ചോദിച്ച് പാവം നമ്മുടെ നറൂട്ടോ വീണ്ടും ശശിയാവും. അടുത്തതായിട്ട് കാക്കാശി കൊടുക്കുന്ന പണി 3 ഡോഗ്സിനെ നോക്കുക എന്നതാണ്. സാക്കുറയും സാസുകയും കുഞ്ഞു 2 ഡോഗ്സിനെ എടുക്കുമ്പോ വീണ്ടും ആളാവാനായിട്ട് നമ്മുടെ നറൂട്ടോ കുട്ടപ്പനാവട്ടെ അവന്റെ ഡബിൾ വലിപ്പമുള്ള വലിയൊരു ഡോഗുമായിട്ട് വരും. അവൻ കിടഞ്ഞ് ശ്രമിച്ചിട്ടും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവിടെയുള്ള ഇലക്ട്രിക് ലൈനിൽ പോയിട്ട് ഇടിക്കുമ്പോ എന്നൊക്കെ പറഞ്ഞ് ബോംബ് പൊട്ടിയ സൗണ്ട് കേൾക്കും. ഡോഗിന് ഒന്നും പറ്റില്ല, അവൻ പുട്ടുപോലെ നിൽക്കാണ്. പക്ഷെ പാവം നമ്മുടെ നറൂട്ടോ കത്തിക്കരിഞ്ഞ് അസ്ഥിപഞ്ചറായി പോവും. കേറിപ്പറഞ്ഞ പാവം നമ്മുടെ നറൂട്ടോയെ സാസുകയും സാക്കുറയും തൂക്കിയെടുക്കും. നിനക്കെവിടെ ചെന്നാലും ഇതേ ഉള്ളോന്ന് സാസുക നറൂട്ടോട് ചോദിക്കുമ്പോൾ ദേഷ്യം വന്ന നറൂട്ടോ ആവട്ടെ അവനെ കടിച്ചു കീറാൻ പോകുന്ന കണ്ട സാക്കുറയാവട്ടെ അവനെ കയറി തടയും. ഈ രംഗങ്ങളൊക്കെ കണ്ട കാക്കാഷിക്ക് മനസ്സിലാവും ടീം വർക്കൊക്കെ ഇപ്പൊ ഉഗ്രനായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടെന്ന്. നീ ഇനി എന്നോട് കളിച്ചാല് തീർച്ചയായിട്ടും നിന്നെ ഞാൻ ഇടിച്ച് സൂപ്പാക്കുമെന്ന് നമ്മുടെ നറൂട്ടോ സാസുകയോട് പറയുമ്പോ നിനക്ക് ചൊണയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മിഷൻ നീ ഒന്ന് സക്സസ് ആക്കുമെന്ന് പറഞ്ഞ് അവനെ വെല്ലുവിളിക്കും. നറൂട്ടോയ്ക്ക് എങ്ങനെയെങ്കിലും ഒരിക്കലെങ്കിലും സാസുകയെ ജയിക്കണം. സാസുകയ്ക്കാണെങ്കിൽ നാട്ടിൽ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും നറൂട്ടോ തന്റെ നെഞ്ചത്ത് കയറുന്നതിനുള്ള കലിപ്പാണ്. ഇനി ഓരോ മിഷൻസ് കൊടുത്താൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരെണ്ണം തമ്മി തല്ലി ചാവെന്ന് മനസ്സിലാക്കിയ കാക്കാശി ആവട്ടെ പതുക്കെ ഈ പരിപാടി നിർത്താൻ പ്ലാൻ ഇടും. പാവം നമ്മുടെ കാക്കാശിക്ക് ഇത്രയും നാൾ ചെയ്ത മിഷൻസിന്റെ എല്ലാം തന്നെ റിപ്പോർട്ട്സ് ഒക്കാകയ്ക്ക് കൊടുക്കണം.
അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് തിരിച്ചു പോയിക്കോളൂ എന്ന് പറയുമ്പോ പാവം നമ്മുടെ സാഹസിക ആവട്ടെ വീട്ടിലേക്ക് ഓടാൻ നോക്കുമ്പോ സാക്കുറ ചാടി അവന്റെ മുൻപിൽ വീഴും. അതൊക്കെ ഇരിക്കട്ടെ, ഞാനും നീ ഒരുമിച്ച് ചേർന്ന് നിന്ന് ചില പ്രാക്ടീസ് ഒക്കെ ചെയ്താലോ എന്ന് സാക്കുറ ചോദിക്കുമ്പോ, ശരിക്കും നിനക്കും നറൂട്ടോയ്ക്കും ഒരേ വട്ടാണ്. ആദ്യം നീ പോയിട്ട് മര്യാദയ്ക്ക് ഏതെങ്കിലും ഒരു ജിപ്സ് പഠിക്കുമെന്ന് പറഞ്ഞ് അവള് വഴക്കും പറഞ്ഞ് സാസുക ആവട്ടെ കടന്നു പോവും. നാണം കെട്ട് ചമ്മി ഐസായിട്ടില്ല നമ്മുടെ സാക്കുറയുടെ അടുത്തേക്ക് നറൂട്ടോ വന്നിട്ട്, ഹായ് സാക്കുറ, നമുക്ക് നൈസായിട്ട് എന്തെങ്കിലും ഒരു പ്രാക്ടീസ് ചെയ്താലോ എന്ന് അവളുടെ അടുത്ത് ചോദിക്കും. പെണ്ണിന്റെ വായിന്ന് കട്ടത്തെറിയായിരിക്കും വരാന്ന് മനസ്സിലാക്കിയ കാക്കാഷി ആവട്ടെ അവിടുന്ന് വണ്ടി വിടും. നറൂട്ടോ കുട്ടപ്പൻ തിരിഞ്ഞു നോക്കുമ്പോ കാക്കാഷി നിന്നെടുത്ത് അവന്റെ കഷം പോലും ഉണ്ടാവൂല. വലിയൊരു കല്ല് അവന്റെ നേർക്ക് ഉരുണ്ടുരുണ്ട് വരുമ്പോ ഇതെന്താ സാധനം എന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ അതൊന്ന് നോക്കി നിൽക്കും. കല്ല് വീണ്ടും നമ്മുടെ ആളുടെ പുറകെ ഉരുണ്ടു വരുന്ന കണ്ട നറൂട്ടോ ആവട്ടെ, കല്ലല്ല ഇനി മല തന്നെ ഇളകി വന്നാലും ഞാൻ അനങ്ങില്ല, ഈ കല്ല് രണ്ടായി പിളരട്ടെ, ഹും ഫട്ട് സ്വാഹ എന്ന് പറയുന്നതും ആ ഒരു കല്ല് രണ്ടായിട്ട് പിളർന്ന് അതിന് നമ്മുടെ ഹൊക്കാഗയുടെ മകനും അവന്റെ രണ്ട് വാലിനെയും കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം, നിങ്ങൾ എന്തിനാ കണ്ണാടി വെച്ചേക്കുന്നേ എന്നൊക്കെ നറൂട്ടോ ചോദിക്കുമ്പോ, ഞങ്ങൾ നിങ്ങളെ അനുകരിക്കുകയാണ് സാർ, നിങ്ങൾ ഫ്രീ ആണോ എന്ന് പിള്ളേര് ചോദിക്കുമ്പോ നമ്മുടെ ആളാവട്ടെ, ഇല്ല ഞാൻ ഭയങ്കര ബിസിയാണെന്ന് പറയും. കുറച്ച് ടൈം ഞങ്ങളുടെ കൂടെ നിഞ്ച കളിക്കാന്ന് പറയുമ്പോ നറൂട്ടോ ആവട്ടെ ഇവരുടെ കൂടെ കളിക്കാൻ നിന്നാല് വർഷങ്ങളോളം അവരിരുത്തി കളിക്കും. സോ എങ്ങനെയെങ്കിലും ഇതിന്റെ അകത്തുനിന്ന് എസ്കേപ്പ് ആവാനുള്ള പ്ലാൻ ആലോചിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് സാക്കുറ നമ്മുടെ നറൂട്ടോയുടെ അടുത്ത് വന്ന് കലിപ്പിട്ട് അവനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നറൂട്ടോ ആവട്ടെ ഇവളെന്തിനാ എന്റെ അടുത്തേക്ക് വന്നതെന്നറിയാതെ അന്തം വിട്ടു നിൽക്കും. ഇതേ സമയത്ത് കുട്ടിപ്പട്ടാളാവട്ടെ കുറെ ആലോചിച്ച് ഇതാരാ എന്ന് പരസ്പരം ചോദിച്ച്, നറൂട്ടോ സാർ, ഇതാണല്ലേ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് എന്ന് നറൂട്ടോ അടുത്ത് ചോദിക്കും. ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ ആള് ഹാപ്പി. ഈ കുട്ടികളുടെ ഒരു കാര്യം എന്ന് നമ്മുടെ നറൂട്ടോ പറയുന്ന സമയത്ത് താൻ തിളകിയ നമ്മുടെ സാക്കുറ ആവട്ടെ നറൂട്ടോയുടെ മോന്ത ഇടിച്ച് കലക്കും. തെറിച്ചു വീണ നറൂട്ടോയുടെ അടുത്തേക്ക് കുട്ടിപ്പട്ടാൾ ഓടിച്ചെന്ന് അവന് ജീവനുണ്ടോ നോക്കും. കോനാമാരു ആവട്ടെ തന്റെ നേതാവിനെ തൊട്ട സാക്കുറയോട് ചൂടാവാനും തുടങ്ങും. ഇടിപൊട്ടുന്ന സൗണ്ട് കേട്ട് നമ്മുടെ നറൂട്ടോ ആവട്ടെ ഞെട്ടി എഴുന്നേക്കുമ്പോ അവിടെ കുറെ പുകയും വെടിയും മാത്രം കാണാൻ സാധിക്കും. പണി തീർത്ത് നമ്മുടെ സാക്കുറ അവിടുന്ന് പോകുമ്പോ പാവ കോനാമാരു പല്ലും പോയി എല്ലും പൊടിഞ്ഞ് അവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങും. ഇവൾ എന്തൊട്ട് ഭൂതമാണെന്ന് ഹിനാരി പയ്യൻ വിളിച്ചു കൂവുമ്പോ അത് കേട്ട് കലി ഇളങ്ങിയ നമ്മുടെ സാക്കുറ ആവട്ടെ ഒരു രക്തേഷസായിട്ട് തിരിഞ്ഞു നോക്കും. ഇനി നിന്നാല് അവള് കാലേ വാരി അടിക്കുന്നു മനസ്സിലാക്കിയ ഹിനാരി പയ്യനും നറൂട്ടോയും തിരിച്ചോടുമ്പോ നമ്മുടെ ഹിനാരിക്കുട്ടൻ ആരോ പോയി ഇടിച്ച് താഴെ വീഴും. അതാരാണെന്ന് നോക്കിയാല് രണ്ട് നിഞ്ചകള്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് കാക്കാഷി ആവട്ടെ അവന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ഹെഡ് ഓഫീസിൽ എത്തിയിട്ടുണ്ടാവും. ഇറൂക്ക സെൻസായി കാര്യങ്ങളൊക്കെ എങ്ങനെ ഉഷാറല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് കാക്കാഷി എടുത്ത് ചോദിക്കുമ്പോ, വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാം അടിപൊളിയായിട്ട് പോയി. പക്ഷേ നറൂട്ടോ ഇപ്പോഴും സാസുകയാണ് അവന്റെ മെയിൻ വില്ലനായിട്ട് കരുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടീം വർക്കിൽ ചെറിയൊരു പാളിച്ചുണ്ടെന്ന് നമ്മുടെ കാക്കാസി ഇറൂക്ക സെൻസായിക്ക് ഒരു ക്ലൂ കൊടുക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഒക്കെ ചെയ്ത് അവരവരുടെ കഴിവ് തന്നെ ഇപ്പൊ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതും പോരാഞ്ഞ് അവർക്ക് ഏറ്റവും ഇഷ്ടവും റെസ്പെക്റ്റും നിങ്ങൾ ഇറൂക്ക സെൻസായോടാണെന്ന് കൂടെ കാക്കാഷി കൂട്ടിച്ചേർക്കും. ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ ഇറൂക്ക സെൻസായി നൈസായിട്ടൊന്ന് പൊങ്ങും. ഇവിടെ നമ്മുടെ ആൾക്കാര് പ്രാക്ടീസിന് പകരം വെള്ളം അടിച്ചും എന്തൊക്കെയോ പെറുക്കി തിന്നും ടൈം കളയാണ്. ഇവിടെ ഹിനാരി പയ്യൻ ഒരു നിഞ്ചനെ പോയി ഇടിക്കുമ്പോ അവന് കലിപ്പ് പിടിച്ച് ഹിനാരിയെ എടുത്തു പൊക്കും. താൻ കാരണമാണല്ലോ ഹിനാരിക്ക് ഇത് പറ്റിയെന്ന് കരുതിയിട്ട് നറൂട്ടോ മര്യാദ ഭാഷയില് അവനോട് വിടാൻ പറയുമെങ്കിലും വില്ലൻ നിഞ്ച അത് കേൾക്കാൻ തയ്യാറാവില്ല. നിന്നോടല്ലടാ പറഞ്ഞ് അവനെ വിടുമെന്ന് പറഞ്ഞ് നമ്മുടെ നറൂട്ടോ അലറിക്കാറി അവനെ വിറപ്പിക്കാൻ ശ്രമിക്കും. ഓഹോ, നീ അത്രയ്ക്കായോ, എന്നാ ഇവനെ കളിപ്പിച്ചിട്ട് തന്നെ കാര്യമുള്ളെന്ന് പറഞ്ഞു വീണ്ടും ഹിനാരിയെ എടുത്തു പൊക്കുമ്പോ പാവം നമ്മുടെ ഹിനാരിക്കുട്ടന് ശ്വാസം മുട്ടല് സഹിക്കാൻ കഴിയില്ല. ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് നറൂട്ടോ ആവട്ടെ ഓടി വന്ന് ആ ഒരു വില്ലനെ ഇടിക്കാൻ നോക്കുമ്പോ അവൻ സിമ്പിളായിട്ട് കൈകൊണ്ട് എന്തോ ഒന്ന് കാണിക്കും. അടിച്ച് തെറിച്ച് താഴെ വീണ നമ്മുടെ നറൂട്ടോയെ നോക്കിയിട്ട് ഈ വില്ലേജിലെ നിഞ്ചാസ് എല്ലാം ഇത്രയ്ക്ക് പതറ്റിക്കാണോന്ന് അവൻ ചോദിക്കുമ്പോഴാണ് ഇവര് രണ്ടുപേരും വേറെ വില്ലേജിൽ നിന്നാണ് ഇവിടേക്ക് വന്നതെന്ന് നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവുക. ഞങ്ങളുടെ കൊനഹമാരോ വിടൂ, ഞങ്ങളുടെ കൊനഹമാരോ തിരിച്ചു തരൂ എന്ന് പറഞ്ഞ് നമ്മുടെ പിള്ളേർ സെറ്റ് കരയുമ്പോ നറൂട്ടോ ആവട്ടെ
മര്യാദയ്ക്ക് ചെറുക്കനെ താഴെ ഇറക്കടാന്ന് പറഞ്ഞു വീണ്ടും അവരുടെ അടുത്ത് ചൊറിഞ്ഞുകൊണ്ട് തല്ലും. ഇത് കണ്ട സാക്കുറയ്ക്ക് കലിപ്പടിച്ച് അവന്റെ കഴുത്തെ പിടിച്ചു ഞെക്കും. പുലിയുടെ വാലെ പിടിച്ച് വലിക്കാന്ന് കേട്ടിട്ടുണ്ട്. നീ അതിന്റെ വായിക്കൊണ്ട കൈയിടാണോ എന്ന് ചോദിച്ച് അവനെ പിടിച്ചു വെക്കുമ്പോ നമ്മുടെ വില്ലൻ നിഞ്ച ആവട്ടെ കിനാരിപ്പയ്യന്റെ മോന്തക്കിട്ട് ഇടിക്കാൻ പോകുമ്പോ നോ എന്ന് പറഞ്ഞ് നമ്മുടെ നറൂട്ടോ ഓടി വന്ന് തടുക്കാൻ ശ്രമിക്കും. ഒരൊറ്റ ഇടി ഹിനാരി പയ്യൻ താഴെ വീണ് പെടയുമ്പോ ഇവിടെ നമ്മുടെ വില്ലൻ നിഞ്ചയുടെ കൈക്കിട്ട് ഒരെട്ടിന്റെ പണി കിട്ടും. ആരാടാ എന്നെ എറിഞ്ഞത്, എന്നെ ആരാ എറിഞ്ഞതെന്ന് എന്ന് നമ്മുടെ വില്ലൻ നിഞ്ച ചോദിക്കുമ്പോഴാണ് ദൂരെ ലോങ് ഷോട്ടില് കല്ലും പെറുക്കിയിരിക്കുന്ന സാസുകെ കാണാം. സാക്കുറ പൊട്ടനെ ലോട്ടറി അടിച്ച എക്സ്പ്രഷൻ ഇടുമ്പോ പാവൻ നറൂട്ടോ ആവട്ടെ വീണ്ടും ചമ്മി ഐസാവും. വില്ലൻ നിഞ്ചയുടെ കൂടെയുള്ള പെണ്ണിന് പോലും നമ്മുടെ സാസുകയോട് ചെറിയൊരു ക്രഷ് തോന്നും. ഞാൻ 1 2 3 എന്ന് എണ്ണുന്നതിന് മുമ്പ് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കഥ കഴിക്കുന്നു പറഞ്ഞ ആ ഒരു കല്ല് തന്നെ സാസുക പൊടിയാക്കി കളയും. വാവ്, മനോഹരമായിരിക്കുന്നു. ഈ കാഴ്ച കണ്ട് നമ്മുടെ പെങ്കൊച്ചും പൊടിപ്പിള്ളേരും അവനെ നോക്കി നിൽക്കും. നീ ഇങ്ങനെ നോക്കി നിന്നോ, നിന്നെ കഴിഞ്ഞും കൂടുതൽ പവർ അവനാണെന്ന് നറൂട്ടോയെ നോക്കി നമ്മുടെ ഹിനാരി പയ്യൻ പറയും. നോ, ഒരിക്കലുമല്ല. ഇവൻ വീണ്ടും എനിക്ക് പണി തരികയാണല്ലോ എന്ന് കരുതി നറൂട്ടോ അവന്റെ പല്ലുകള് ഇറുക്കി കടിച്ച് അവനെ നോക്കി കണ്ണൂരിട്ടും. ഇവന്റെ അഹങ്കാരത്തിന് ഇവനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു വില്ലൻ നിഞ്ച ആവട്ടെ അവന്റെ ബാക്കിൽ ഒളിപ്പിച്ച ഒരു സംഗതി പുറത്തെടുക്കും. വില്ലൻ നിഞ്ചയുടെ കൂടെ ഉണ്ടായിരുന്ന മുള്ളംപന്നി മുടിച്ചാവട്ടെ ഇവനെ പോലെ ഒരു ലോക്കലിനെ ഒതുക്കാനാണോ നീ ക്ലൗൺ ടെക്നിക്ക് ഉപയോഗിക്കുന്നതെന്ന് അവൾ അതിശയത്തോടു കൂടെ അവനെ ചോദിക്കുന്ന അതേ സമയത്ത് കങ്കുറു നിർത്ത് എന്നൊരു സൗണ്ട് കേൾക്കുമ്പോ നമ്മുടെ സാസുകയും വില്ലൻ പയ്യൻസും ഷോക്കായിട്ട് അതാരാണെന്നറിയാൻ ഒന്ന് അവിടേക്ക് നോക്കും. മരത്തിന്റെ മേലെ നിന്ന് ഒരുത്തൻ തലകുത്തി നിന്ന് നമ്മുടെ ഗ്രാമത്തിന്റെ പേര് നീ കളയോന്ന് ചോദിച്ച് അവന്റെ അടുത്ത് ചൂടാവുമ്പോ പരസ്പരം നമ്മുടെ ആൾക്കാര് ഇതാരാന്ന് ചോദിച്ചോണ്ടിരിക്കും. അവന്റെ പേര് ഗാറ. ഇവനെങ്ങനെ ഇത്ര കൂളായിട്ട് ഇവിടേക്ക് തലകുത്തി കടന്നു വന്നു എന്ന് സാസുക കൂലങ്കക്ഷമായിട്ട് ആലോചിക്കുമ്പോഴാണ് അവനൊരു കാര്യം തിരിച്ചറിയുക. തീർച്ചയായിട്ടും കാക്കാഷിയെ പോലുള്ള വലിയ നിഞ്ചാസിന്റെ കയ്യിലുള്ള പവറാണ് ഇവന്റെ അടുത്തുള്ളത്. വന്നവൻ ചില്ലറക്കാരനല്ല എന്ന് സാസുക തിരിച്ചറിയുമ്പോ ഇവിടെ ഹൊക്കാഗെ ആവട്ടെ എല്ലാവരെയും കൂട്ടി ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. ഇനി വെറും 7 ദിവസം മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മളത് നടത്തുന്നു പറയുമ്പോ കൂടിയിരുന്ന എല്ലാവരും ഇത്ര നേരത്തെയോ, അത് വളരെ നേരത്തെ ആയി പോയിന്ന് അഭിപ്രായപ്പെടും. അതെന്താന്ന് ചോദിച്ചാല് പാവം നമ്മുടെ പിള്ളേരുടെ എക്സാം ഒരാഴ്ചക്കുള്ളിൽ നടത്താൻ പോവാണ്. അത്തരത്തില് വലിയൊരു അറിയിപ്പ് ഒക്കാകെ കൊടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. സോ ഫ്രണ്ട്സ്, എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.